ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ ഹസാർഡ് ലാമ്പ്, ബി ഡോർ തുറന്നിരിക്കുന്നു, സി ടയർ മർദ്ദം കുറവാണ്, ഡി ഹാൻഡ് ബ്രേക്ക്, ബി ഡോർ തുറന്നിരിക്കുന്നു. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ റോഡ് സൈൻ, ബി വഴുക്കലുള്ള റോഡ്, സി ട്രാക്ഷൻ കൺട്രോൾ ഓൺ, ഡി ട്രാക്ഷൻ കൺട്രോൾ തകരാർ, ഡി ട്രാക്ഷൻ കൺട്രോൾ തകരാർ. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല, ബി സ്റ്റിയറിംഗ് ലോക്ക്, സി ഹാൻഡ് ബ്രേക്ക്, ഡി ടയർ മർദ്ദം കുറവാണ്. എ പവർ സ്റ്റിയറിംഗ് പ്രവർത്തിക്കുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ ഇന്ധനം കുറവാണ്, ബി ഇന്ധനം ചോരുന്നുണ്ട്, സി പെട്രോൾ പമ്പ്, ഡി ചാർജിംഗ് പോയിന്റ്. എ ഇന്ധനം കുറവാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ ഡിക്കി ലോക്ക് പ്രവർത്തിക്കുന്നില്ല, ബി ഡിക്കി തുറന്നിരിക്കുന്നു, സി ടയർ മർദ്ദം കുറവാണ്, ഡി ഡോർ തുറന്നിരിക്കുന്നു, ബി ഡിക്കി തുറന്നിരിക്കുന്നു. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ ഹെഡ്ലൈറ്റ് ഓണാണ്, ബി ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, സി ഫോഗ് ലാമ്പ് പ്രവർത്തിക്കുന്നില്ല, ഡി ഫോഗ് ലാമ്പ് ഓണാണ്, ഡി ഫോഗ് ലാമ്പ് ഓണാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ ബാറ്ററി ചാർജ് ആകുന്നില്ല, ബി ബാറ്ററി നല്ലതാണ്, സി ബാറ്ററി ചാർജ് ആകുന്നു, ഡി പെട്രോൾ പമ്പ്. എ ബാറ്ററി ചാർജ് ആകുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ ഹെഡ്ലൈറ്റ് ഓൺ ആണ്, ബി ഹെഡ്ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, സി ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓൺ ആണ്, ഡി ഫോഗ് ലാമ്പ് ഓൺ ആണ്, സി ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓൺ ആണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ കൂളൻ മർദ്ദം കുറവാണ്, ബി എഞ്ചിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, സി എഞ്ചിൻ ഓയിൽ മർദ്ദം കുറവാണ്, ഡി കൂളൻ മർദ്ദം കൂടുതലാണ്, ഡി കൂളൻ മർദ്ദം കൂടുതലാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ വൈപ്പർ പ്രവർത്തിക്കുന്നില്ല, ബി വൈപ്പർ ഓൺ ആണ്, സി വൈപ്പർ വാഷറിൽ വെള്ളമില്ല, ഡി വൈപ്പർ വാഷർ ഓൺ ആണ്, സി വൈപ്പർ വാഷറിൽ വെള്ളമില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ എഞ്ചിൻ ഓയിൽ മർദ്ദം കുറവാണ്, ബി എഞ്ചിൻ ഓയിൽ മർദ്ദം കൂടുതലാണ്, സി എഞ്ചിൻ താപനില ഉയർന്നതാണ്, ഡി എഞ്ചിൻ താപനില കുറവാണ്, സി എഞ്ചിൻ താപനില ഉയർന്നതാണ്. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, ബി സീറ്റ് ബെൽറ്റ് കേടാണ്, സി വാഹനങ്ങളിൽ കുട്ടികളുണ്ട്, ഡി റോഡ് സൈൻ. എ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല, ബി എഞ്ചിൻ ഫാൻ തകരാറിലാണ്, സി എഞ്ചിൻ ചാർജിംഗ് തകരാറാണ്, ഡി ട്രാക്ഷൻ കൺട്രോൾ തകരാർ. എ എഞ്ചിൻ സ്റ്റാർട്ടാകുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ വാഹനത്തിന് ABS ഉണ്ട്, ബി ABS പ്രവർത്തിക്കുന്നില്ല, ABS പ്രവർത്തിക്കുന്നു, ഡി ഹാൻഡ് ബ്രേക്ക്, ബി ABS പ്രവർത്തിക്കുന്നില്ല. ഈ ചിഹ്നം ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. എ വാഹനത്തിന് എയർ ബാഗ് ഉണ്ട്, ബി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, സി എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല, ഡി വാഹനത്തിൽ കുട്ടികളുണ്ട്, സി എയർ ബാഗ് പ്രവർത്തിക്കുന്നില്ല. റോഡിന്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എ ജാഗ്രതയോടെ മറികടക്കുക, ബി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, സി ജാഗ്രതയോടെ നിർത്തുക, ഡി പാർക്കിംഗ് സോൺ അല്ല, ബി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ നിങ്ങളുടെ വശത്ത് ഒരു തടസ്സം നേരിടുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? എ എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകാതെ നിങ്ങൾക്ക് എതിർപാത ഉപയോഗിക്കുക, ബി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക, സി എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക, ഡി ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക, സി എതിരെ വരുന്ന ട്രാഫിക്കിന് മുൻഗണന നൽകി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുക. റോഡിന്റെ സൈഡിൽ തുടർച്ചയായ വെള്ളവര വരച്ചിരിക്കുന്നത് എ പാർക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, ബി ഓവർടേക്കിംഗ് പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, സി കാരേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്, ഡി നിർത്തുവാൻ പാടില്ല എന്നാണ് അർത്ഥമാക്കുന്നത്, സി കാരേജ് വേയുടെ അറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്. അറ്റകുറ്റപ്പണി നടക്കുന്ന ഒരു റോഡിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ നിയന്ത്രിത വേഗപരിധി പാലിക്കുന്നത് എപ്പോൾ? എ പകൽ സമയത്ത് മാത്രം, ബി രാത്രി സമയത്ത് മാത്രം, സി ജോലി നടക്കുന്ന സമയത്ത് മാത്രം, ഡി എല്ലാ സമയങ്ങളിലും.
നിയന്ത്രണങ്ങൾ അവസാനിക്കുന്നു എന്ന സൈൻ ബോർഡ് ഒരു മോട്ടോർ സൈക്കിൾ റൈഡർ കാണുമ്പോൾ തുടർന്ന് അദ്ദേഹത്തിന് എത്ര വേഗതയിൽ വാഹനം ഓടിക്കാം? എ. മണിക്കൂറിൽ 60 കിലോമീറ്ററിന് മുകളിൽ, ബി. വാഹനത്തിന്റെ പരമാവധി വേഗതയിൽ, സി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേഗതയിൽ, ഡി. നിർദ്ദിഷ്ട റോഡിന്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച്. ഡി. നിർദ്ദിഷ്ട റോഡിന്റെ അനുവദനീയ വേഗപരിധി അനുസരിച്ച്.